ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ذو العلم يحمل كل الطعن فيه، ولا ذو الطعن منه يرى شيئا سوى الخير. ومثمر الشجر يرمى بالحجارة، لا يرمى سواه فيرمي يانع الثمر. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കൾ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഇപ്പോൾ സനദ് വാങ്ങിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, അല്ലാഹു അവർക്കും ഹിഫ്ള് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഹാഫിളീങ്ങൾക്കും ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നേരത്തെ പഠിച്ചു പോയവർക്കും ഈ സദസ്സിലും മറ്റ് സദസ്സുകളിലുമൊക്കെ പങ്കെടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ സ്ഥാപനങ്ങളിൽ മുഴുവനും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും സാധുക്കളായ നമുക്കും നാഫിആയ ഇൽമ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസാ. ധാരാളം ഉമറാക്കളും മുഅ്മിനീങ്ങളും സ്റ്റേജിലും സദസ്സിലും ഈ സന്തോഷകരമായ വേദിയെ പങ്കെടുക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആലിമായി ജീവിക്കണം, അല്ലെങ്കിൽ മുതഅല്ലിമായി പഠിക്കുന്ന വിദ്യാർത്ഥിയായി അധ്വാനിച്ച് പഠിക്കുന്നവനാകണം, ഇല്ലെങ്കിൽ ഇൽമ് ധാരാളമായി കേട്ട് മനസ്സിലാക്കുന്നവനാകണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവനാകണം. ഫലാ തകുൻ ഖാമിസാ, ഒരഞ്ചാമനായി പോകരുത് എന്ന് പഠിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹ്, ഇൽമിനെ സ്നേഹിക്കുന്നവരാണ് ഈ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളും. ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയ ബഹുമാനമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ബഹുമാനം മലക്കുകളെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു നൽകിയത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഇൽമാണ്, അറിവാണ്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ
അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ വിവരമുള്ളവരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പരിശുദ്ധ ഖുർആൻ മോഡലുകളാണ് പറയുക, അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർ ആലിമീങ്ങൾ മാത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ തന്നെ ആവർത്തിച്ച് അറിവിന്റെ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, സഹീഹുൽ ബുഖാരിയിൽ കാണാം, അറിവ് അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത്. നന്നായി അധ്വാനിച്ച് പഠിക്കണം, അറിവ് നേടണം. അങ്ങനെ വരുമ്പോഴാണ് ഒരാൾക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നത്. അറിവില്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പല കെണിവലകളിലും പിശാചിന്റെ കെണിവലകളിൽ പോയി പെട്ടുപോകുന്നു. അതിനാൽ ഇൽമു പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വമുള്ള അമല്. ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ ഖുതുബും അഥവാ ഔലിയാക്കളുടെ നേതാവ്, ആലിമീങ്ങളിൽ വലിയ പ്രഗൽഭനായ ഇമാമും, 4 മദ്ഹബിന്റെയും ഉള്ള പണ്ഡിതന്മാർ ഒരുപോലെ ആദരിക്കുകയും ചെയ്യുന്ന ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം അബൂ സക്കരിയ യഹ്യ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നബവി ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. മഹാനവറുകൾ അവിടുത്തെ പല കിതാബുകളുടെയും തുടക്കത്തിൽ പറയുന്ന വാക്ക് തന്നെ ഇൽം അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഇൽമുമായി ബന്ധപ്പെടുക, ഇൽമുമായി ജോലിയാവുക, ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക, ഇൽമിന് വേണ്ടി സേവനം ചെയ്യുക, അങ്ങനെ ഇൽമുമായി ജോലിയാവുക എന്നത് മിൻ അഫ്ളലി ത്വആത്ത്, സൽക്കർമ്മങ്ങളിൽ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതിൽ പെട്ടതാണ്. അങ്ങനെ പറയാൻ കാരണം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജുമുഅ നിസ്കാരം ഫർളാണ്, പക്ഷേ ജുമുഅ നിസ്കാരം പഠിക്കുക എന്നത് ജുമുഅ നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള ഒരു ഇബാദത്താണ്, സൽക്കർമ്മം. കാരണം ജുമുഅ നിസ്കാരം പഠിക്കാതെ ഒരാൾക്ക് ജുമുഅ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ജുമുഅ നിസ്കാരത്തെക്കാൾ ബഹുമാനം ജുമുഅ നിസ്കാരം പഠിക്കലാണ്. സുബ്ഹി നിസ്കരിക്കൽ വലിയ ബഹുമാനമുള്ളതാണ്, പക്ഷേ ആ ഫർള് സുബ്ഹി നിസ്കരിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിക്കുന്നത് സുബ്ഹി നിസ്കരിക്കുന്നതിനേക്കാൾ ബഹുമാനമുള്ളതാണ്. പെരുന്നാൾ നിസ്കരിക്കൽ സുന്നത്താണ്, ആ പെരുന്നാൾ നിസ്കാരം പഠിക്കുക എന്നതോ അത് പെരുന്നാൾ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ള ഒരു പുണ്യകർമ്മമാണ്. അങ്ങനെ ഇൽമു പഠിക്കുക എന്നതാണ് ഓരോന്നിലേക്കും എടുത്തു ചേർത്ത് നോക്കുമ്പോൾ എല്ലാ സൽക്കർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളത് ഇൽമു പഠിക്കലാണ്. ആ ഇൽമു ഏറ്റവും വലിയ ഇൽമു അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന ഇൽമാണ്, എന്ന അറിവാണ്. അതിൽ യാതൊരു സംശയത്തിനും അവകാശം ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന് നമ്മുടെ പള്ളികളിൽ ഉറക്കെ വിളിച്ചു പറയുന്നത്. കാരണം ഇവിടെ ആരാധനക്ക് അർഹതയുണ്ടാകണമെങ്കിൽ സ്രഷ്ടാവാകണം, പടച്ചവനാകണം.
ഒരിക്കലും തന്നെ അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്ന പടച്ചവനെ പോലെ സൃഷ്ടിക്കാത്ത സൃഷ്ടികൾ ഒരിക്കലും ആവുകയില്ലല്ലോ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഖാലിഖു കുല്ലി ശൈഇ, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല. എല്ലാം പടച്ചുണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്, പടച്ചുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഫഅബ്ദു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅബ്ദു, ഖാലിഖ് സൃഷ്ടാവ് അല്ലാഹു മാത്രമായതിനാൽ ആരാധനക്കർഹൻ സൃഷ്ടാവ് മാത്രമാണ്. ഫഅബ്ദു, അവനെ നിങ്ങൾ ആരാധിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് സ്വന്തത്തിൽ ഒന്നുമില്ല. സൃഷ്ടാവായ അല്ലാഹു കൊടുക്കുന്നതല്ലാതെ, കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരാൾക്കും സ്വന്തത്തിൽ ഒന്നും ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവന് ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. ഒരു പോയിന്റിലും അല്ലാഹുവിന് തുല്യൻ ഇല്ല. അതേ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹുവിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു. അല്ലാഹു ആരിലേക്കും ആശ്രയമുള്ളവൻ അല്ല. ഏകൻ യഥാർത്ഥത്തിൽ അല്ലാഹു തന്നെയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവൻ സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവന് ജുസു ഉണ്ടെന്നും അവൻ മുറക്കമാണെന്നും അതുപോലെ അവന് സൃഷ്ടികളോട് തുല്യതയുണ്ടെന്നും വരുമല്ലോ. അതൊരിക്കലും ഇല്ല. വലം യൂലദ്, അവനൊരു സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനും അല്ല. അവൻ എന്തുകൊണ്ടും ഏകനാണ്. വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആ അല്ലാഹുവിന് തുല്യമായി ഒരു പോയിന്റിലും ഒരാളും ഒന്നും ഇല്ല. എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. കുല്ലും മിൻ ഇൻദില്ലാഹ് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് ഗുണം എവിടെ എപ്പോൾ എത്ര കിട്ടുന്നുണ്ടോ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. ആ അല്ലാഹു മാത്രമേ അങ്ങേയറ്റത്തെ ബഹുമാനത്തിന് അർഹനുള്ളൂ. മറ്റുള്ളവരെല്ലാം ബഹുമാനത്തിന് അർഹതയുള്ള പലരും ഉണ്ട്. പക്ഷേ അങ്ങേയറ്റത്തെ ബഹുമാനം എന്ന് പറയുന്നത് സൃഷ്ടാവാണെന്ന നിലക്ക്, ഉടമസ്ഥനാണെന്ന നിലക്കുള്ള ബഹുമാനം കൽപ്പിക്കലാണ്. അതിനർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ ഇൽമ്. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ലോകത്ത് നൽകുമ്പോൾ അത് വിതരണം ചെയ്യാൻ വേണ്ടി, സപ്ലൈ ചെയ്യാൻ വേണ്ടി, അതേ ഖൈറിന്റെ താക്കോലായി സൃഷ്ടിച്ചിട്ടുള്ള പലരും ഉണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരെക്കാളും അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, സർവ വിഷയങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സൃഷ്ടിയാണല്ലോ ലൗഹ് എന്ന് പറയുന്നത്. ആ ലൗഹിലുള്ള അറിവിനെയും മറികടക്കുന്ന അറിവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. അവിടുന്നാണ് ഏറ്റവും വലിയ അറിവുള്ള ആള്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അറിവുള്ള ആള്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഏത് അറിവുള്ളവന്റെയും മേലെ വേറെ ഒരു അറിവുള്ളവൻ ഉണ്ട്. അതേ അമ്പിയാക്കൾ വലിയ അറിവുള്ളവരാണ്.
പക്ഷേ അവരുടെ എല്ലാം മേലെ ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കർമി. എല്ലാ അമ്പിയാക്കളുടെയും മേലെയുള്ള അറിവ് അഥവാ അമ്പിയാക്കളുടെ അറിവിന്റെ വിഷയത്തിൽ നബിതങ്ങളുമായി അടുക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഏറ്റവും വലിയ അറിവുള്ള സൃഷ്ടി അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളുടെയും സൃഷ്ടാവായ റബ്ബിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്. എല്ലാ നന്മകളും സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി പറയേണ്ട വാചകം തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല മനുഷ്യൻ അല്ല, മനുഷ്യനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെയും അവന്റെയും ഇടയിൽ നിശ്ചയിച്ച് നിയോഗിച്ച് പറഞ്ഞേച്ച മധ്യവർത്തിയാണ്. അല്ലാഹു നിയോഗിച്ചയച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാതെ, നബി തങ്ങളുടെ മഹത്വം അംഗീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടാതെ അല്ലാഹുവിനെ അറിയുക സാധ്യമല്ല, അല്ലാഹുവിലേക്ക് അടുക്കുക സാധ്യമല്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുക സാധ്യമല്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക സാധ്യമല്ല. പടച്ചവനിൽ നിന്ന് എന്ത് കിട്ടണമോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയായി അംഗീകരിക്കണം. ഇതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, അതാ പരിശുദ്ധ ഖുർആനിൽ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നുപോയ പാപികൾ, ഉറപ്പാണല്ലോ ഈ പാവപ്പെട്ടവൻ അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ വളരെ പാവപ്പെട്ടവരും പാപികളുമാണല്ലോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ ശരിക്ക് ഒരാളെ അല്ലാഹ് കണക്ക് നോക്കിയാൽ ഹലക, അവൻ നശിച്ചുപോയി, അവനൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഐഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, ചെറിയ വിചാരണ, എളുപ്പമായ വിചാരണയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഐഷ അതൊരു ശരിയായ വിചാരണയല്ല കേട്ടോ, അത് വെറും ഒരു നോക്കിവിടലാണ്, അറുത് മാത്രമാണ്. ശരിക്ക് കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ശരിക്കുള്ള കണക്ക് ചോദിച്ചാൽ ഒരാളും രക്ഷപ്പെടൂല. ആരാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുന്നവൻ? ആരാണ് ഞാൻ വളരെ ശുദ്ധനാണെന്ന് പറയാൻ പറ്റുന്നവൻ? ഈ പാവപ്പെട്ടവൻ അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു മനസ്സ് റബ്ബ് തന്നതിന് അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിക്കുകയാണ്. നമ്മളെ ഖൽബിൽ ഞാനൊരു നല്ലവനാണെന്നോ, ഞാനൊരു ശുദ്ധനാണെന്നോ, ഞാൻ വലിയ ആളാണെന്നോ അങ്ങനെ ഒരു ചിന്ത റബ്ബ് നമ്മുടെ ഖൽബിൽ തരാതെ നമ്മളെ രക്ഷപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്.
നിങ്ങൾ കണ്ടിട്ടില്ലേ? ആലിമീങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു വലിയ ആലിമല്ലേ മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഇൽമുണ്ടോ നമുക്ക് അളക്കാൻ കഴിയുന്നു? നമ്മൾ അളക്കാൻ പോയിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാമുൽ ഹറമൈനി തങ്ങളെ പോലെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ ഇമാമിങ്ങളൊക്കെ ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവലംബിച്ച് ജീവിക്കുകയാണല്ലോ, ഇൽമു പഠിപ്പിക്കുകയാണല്ലോ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് കൈഫ അസ്ബഹത യാ ശൈഖീ, എങ്ങനെയുണ്ട് നിങ്ങളെ വിവരം എന്ന് ഇമാം മുസന്നി റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചപ്പോൾ അസ്ബഹതു മിനദ് ദുനിയാ റാഹില, ഞാൻ ഈ ദുനിയാവിൽ യാത്ര പറയാൻ പോവുകയാണ് മോനെ. വലി ഇഖ്വാനി മുഫാരിഖ, എന്റെ സഹോദരന്മാരെ വിട്ടുപിരിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാചകമാണ് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ടത്. വലിസൂഇ അഅമാലി മുലാഖിയാ, ഞാൻ ഒരുപാട് ഗ്രന്ഥം രചിച്ചു, ഞാൻ ഒരുപാട് ഇൽമു പഠിപ്പിച്ചു, നിങ്ങളെപ്പോലെ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു എന്നൊന്നുമല്ലല്ലോ സ്വന്തം ശിഷ്യനോട് പറയുന്നത്. വലിസൂഇ അഅമാലി മുലാഖിയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെല്ലാം കാണാൻ പോവുകയാണ് മോനെ. വലിസൂഇ അഅമാലി മുലാഖിയാ, പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്താണ്? വൈലല്ലാഹി റാജിയ, ഞാൻ എൻ്റെ റബ്ബാകുന്ന അല്ലാഹു ജല്ല ജലാലുഹു അവൻ എന്നെ വെറുതെ ആക്കുകയില്ല എന്ന പ്രതീക്ഷയിലാണ് മോനെ. വലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു റജാഇന വഅഫ്വിക സുല്ലമാ. എത്ര താഴ്മയോടെയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. എന്റെ തെറ്റുകൾ വളരെ വലുതാണ്, ഞാൻ പക്ഷേ തഅലമനി ദംബി ഫലമാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. തെറ്റുകൾ വളരെ വലുതാണെങ്കിലും എൻ്റെ റബ്ബ് എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും അവനല്ലേ വലിയവൻ. അവന്റെ വിട്ടുവീഴ്ചയുണ്ടല്ലോ, അവന്റെ മാപ്പ് കൊടുക്കലുണ്ടല്ലോ, അതതിനേക്കാൾ വലുതാണല്ലോ. ആ റബ്ബിന്റെ വിട്ടുവീഴ്ചയിലും മാപ്പിലുമുള്ള പ്രതീക്ഷയല്ലാതെ എൻ്റെ അടുക്കലൊന്നുമില്ല മോനെ. ഇൽമുണ്ടായാൽ അങ്ങനെയാണ്, അറിവുണ്ടായാൽ അങ്ങനെയാണ്. അവർക്കെപ്പോഴും ഞാൻ ഒരു വലിയവനാണെന്ന തോന്നലുണ്ടാകില്ല. അതേപോലെ തന്നെ അഹങ്കാരത്തിന്റെ മനസ്സുണ്ടാകില്ല. താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കും. മറ്റുള്ളവരെല്ലാം നല്ലവരാണെന്ന് ചിന്തിക്കും, ഞാൻ വളരെ മോശക്കാരനാണെന്ന് ആലോചിക്കും. ഇൽമുള്ളവർ അങ്ങനെയാണ്. അതേ സുഹൃത്തുക്കളെ, അവരഹങ്കാരികളാകൂല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാകേണ്ട വലിയ സവിശേഷത നമ്മൾ താഴ്മയോടുകൂടെ ജീവിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കണം. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുമ്പിലും വിനയം കാണിക്കണം. വിനയമില്ലാതെ ജീവിക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവർക്കെല്ലാം പിഴവ് പറ്റി. അഹങ്കാരം, ഞാൻ വലിയ ശൈഖാണ്, ഞാൻ വലിയ ആളാണ്, അവരെല്ലാവരും ഞാൻ മുഖേനയാണ് രക്ഷപ്പെടേണ്ടത് എന്നിങ്ങനെയുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം പിഴവ് പറ്റി. അങ്ങനെയല്ലല്ലോ അദബെന്ന് പറയുന്നത്. മറിച്ച് എപ്പോഴും താഴ്മയുടെ ചിന്ത. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. എന്റെ പ്രിയപ്പെട്ട ബിരുദം വാങ്ങുന്ന യുവാക്കളെ, പണ്ഡിതന്മാരെ, ഖുർആനിലെ ഈ
വാചകം നമ്മുടെ എല്ലാം മനസ്സിലെപ്പോഴും നിലനിൽക്കണം, എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കണം. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പടച്ചവനെ ഇഷ്ടം വെച്ച പടച്ചവൻ പ്രിയം വെക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവമാണ് യംശൂന അലൽ അർളി ഹൗനാ, അവർക്ക് ഗർവില്ല, അവർക്ക് ഗർവില്ല, അഹങ്കാരമില്ല. പിന്നെയോ യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ അവർ നിസ്സാരന്മാരായ രീതിയിൽ നടക്കുകയാണ്. അതേ സമയത്ത് വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ അവരോട് അനാവശ്യം പറഞ്ഞാൽ അവരവിടെയെല്ലാം സമാധാനത്തിന്റെ വാക്ക് പറയുകയാണ്. അവർക്ക് ആ തർക്ക വിതർക്കത്തിന്റെ സ്വഭാവമില്ല. അവർ ഞാനൊരു വലിയവനല്ലേ എന്ന ചിന്ത അവർക്കില്ല. ആ ഒരു അറിവ് നേടി നമ്മൾ സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അങ്ങനെയുള്ള മഹാന്മാരുടെ സ്വഭാവം ഖുർആൻ വീണ്ടും പറയുന്നു. എന്തേ അവരുടെ സ്വഭാവം എന്താണ്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർക്ക് ഉറങ്ങാൻ ധൈര്യം വരുന്നില്ല. അവരുടെ മനസ്സിൽ അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. റഹ്ബതൻ വറഹ്ബ, റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, റബ്ബിനെ ഭയപ്പെടുകയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടു, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചു. അവർ പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ അവരെഴുന്നേറ്റ് റബ്ബിന് തലകുനിച്ച് സുജൂദ് ചെയ്യുകയാണ്. അതാണ് യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ളൊരു ഭാഗ്യം ഈ പാവപ്പെട്ടവന് ലഭിക്കണം, നമുക്കെല്ലാവർക്കും ലഭിക്കണം. യജമാനനും റബ്ബുമായുള്ള സ്വകാര്യ സംഭാഷണമാണത്. അതിന് നമുക്ക് സാധിക്കണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുതഅല്ലിമാകണം, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅല്ലിമാകണം, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുദരിസാകണം, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനാകണം. അങ്ങനെ വരുമ്പോൾ പിന്നെ മറ്റു കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. റമളാനിൽ നോമ്പെടുക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. കഴിവുള്ളവൻ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യണമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുടുംബ ബന്ധം ചേർക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ഉസ്താദുമാരോടും കിതാബിനോടും ഇൽമിനോടും ഇൽമു പഠിച്ച സ്ഥാപനത്തോടും ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളോടും അല്ലാഹു ആദരിച്ച പള്ളിയോടും മദ്രസയോടും ദീനിന്റെ സ്ഥാപനങ്ങളോടും ആദരവുണ്ടാകണം. പോരാ, അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ഏതെല്ലാം ആളുകളുണ്ടോ, അതേ ഇബാദത്ത് ധാരാളം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവർ, ഇൽമു ധാരാളം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ഇൽമു പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ആലിമീങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ആലിമീങ്ങളെ ശക്തിപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ചവർ, അവിടെയാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകരുടെ ഏറ്റവും വലിയ മഹത്വം. വലിയ വലിയ ആലിമീങ്ങൾ ഈ പ്രായമുള്ള സമയത്തും നേരത്തെ നമ്മൾ കേട്ടു, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നമുക്കും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞു, വല്ലാത്ത ക്ഷീണം കൊണ്ട് എനിക്ക് വരാൻ പറ്റാതെയായി, നിങ്ങളാരും വെറുക്കരുത്. എന്തൊരു വിനയമുള്ള വാക്കാണ്. നമുക്കറിയാമല്ലോ പ്രായം എത്രയുണ്ട്, എത്ര കാലമായി ഓടി നടക്കുന്നു, എത്ര കാലമായി യാത്ര ചെയ്യുന്നു. എല്ലാം ചെയ്തിട്ടും അവിടുത്തെ മനസ്സിൽ എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയാണ്. ഞാൻ മുമ്പ് പോയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയല്ല.
ഞാൻ മുമ്പ് പല സ്ഥലങ്ങളിലും ഓടി നടന്നിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയല്ല, എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത, വിനയത്തിന്റെ ചിന്ത. ഓ സുഹൃത്തുക്കളെ, ശരിയായ ആലിമീങ്ങൾ അവരെന്നും വിനയമുള്ളവരാണ്. ആ ആലിമീങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം, അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഖാഫിയും കൂട്ടുകാരും എത്രയാണ് അധ്വാനിക്കുന്നത്. അല്ലാഹു അവരുടെയും നമ്മുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നൽകട്ടെ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഖുർആനാണ്, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാകണം. അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുക എന്ന് പറയും പോലെ അല്ലല്ലോ. നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലുതും കയ്യാഞ്ഞിട്ട് നമ്മളെ സഹായിക്കല. അള്ളാഹുവിനെ സഹായിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അള്ളാഹുവിനല്ലേ കഴിവുള്ളൂ, വേറെ ആൾക്കും കഴിവില്ലല്ലോ. കഴിവുള്ളവൻ അള്ളാഹു മാത്രമല്ലേ, മറ്റുള്ളവരെല്ലാം അള്ളാഹു അപ്പോൾ കൊടുക്കുന്ന കഴിവല്ലേ ആർക്കുമുള്ളൂ. അത് വിശ്വസിക്കുന്നവരല്ലേ അഹ്ലു സുന്നത്തി വൽ ജമാഅ. കൊടുത്തുവെച്ച കഴിവാണ് എന്ന വിശ്വാസം അത് മുഅ്തസിലത്തിന്റേതാണെന്ന് ശറഹുൽ അഖായിദ് ഓതുന്ന സമയത്ത് നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചതല്ലേ. നേരത്തെ കൊടുത്തുവെച്ച കഴിവല്ല, ഓരോ പ്രവൃത്തിക്കും അപ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. അങ്ങനെ മൂതആയ കഴിവുള്ളവരാണ് എന്ന് സൃഷ്ടികളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവർ മുബ്തദിആണ്. അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ല. അത് ശൈഖാണെന്ന് പറഞ്ഞാലും മുരീദാണെന്ന് പറഞ്ഞാലും ഒക്കെ അവർ സുന്നത്തി ജമാഅത്തിന്റെ പുറത്താണ്. അങ്ങനെ നമ്മൾ അശായിറത്ത് അശ്അരി തരീഖത്തിലെ മുഴുവൻ കിതാബുകളും നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ കഴിവുള്ളവൻ. അതാണല്ലോ ഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, അല്ലാഹുവേ നിനക്ക് കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം. ഇത് ഹദീസിലുള്ളതാണ്. ഇത് എന്റെ പ്രസംഗം വേണമെങ്കിൽ അവിടുന്ന് ക്ലിപ്പ് മുറിച്ചിട്ട് ആർക്കെങ്കിലും പറയാ റസൂലുള്ളാഹിക്ക് കഴിവില്ല എന്ന് പേരോട് പറഞ്ഞു എന്ന് പറയാം. അങ്ങനെ പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. കഴിവില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഒന്നിനും കഴിയൂല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് സ്വന്തമായി കഴിവില്ല, അല്ലാഹു സൃഷ്ടിച്ചു കൊടുക്കുന്ന, അല്ലാഹു അപ്പോൾ നൽകുന്ന കഴിവല്ലാതെ ആർക്കും സൃഷ്ടികൾക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിച്ച് പ്രചരിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടിക്കൊടുക്കണം, നമ്മളെല്ലാവരും സഹായം നൽകണം. അതിന് റബ്ബ് തരുന്ന സഹായം അല്ലാഹ് പറഞ്ഞില്ലേ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാണ്. അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാകണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവരെ സഹായിക്കുന്നവരാകണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അല്ലാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും ആർക്കും യഥാർത്ഥത്തിൽ ലഭിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിം. ആ റബ്ബ് പറഞ്ഞില്ലേ, ദീനീ വിഷയത്തിൽ നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ദീനീ വിഷയത്തിൽ സഖാഫി അവറുകൾ സ്ക്വയർ ഫീറ്റിന്റെ പണം പറഞ്ഞു. ഇവിടെ ഇതുപോലെ പലതും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കാണുന്നത്. ഈ ബിരുദം വാങ്ങുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ സാധിച്ചത് നമ്മളെല്ലാവരും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. ഞാൻ അതിലേക്ക് വിശദമായി പറയുന്നില്ല. പറഞ്ഞു വന്നത് ഇൽമ്. ആ ഇൽമ് ഇല്ലെങ്കിൽ ശൈത്താൻ മനുഷ്യനെ ചതിച്ച് എവിടെയെല്ലാം എത്തിച്ചു കളയും. ആലിമീങ്ങളെ 100% പിന്തുടർന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവര് ഭയപ്പെടണ്ട, അവരൊരിക്കലും പിഴച്ചു പോകൂല. അതാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. കാരണം ഞാൻ ഇൽമു പഠിപ്പിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് ഇൽമു പഠിക്കുന്ന, എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ കൂടിയ എന്റെ ആളുകൾ, അതാണ് മുരീദുമാർ. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി എന്റെ കൂടെ കൂടിയിട്ട് ബിരിയാണി തട്ടാനല്ല, എന്റെ കൂടെ കൂടിയിട്ട് ആട്ടും തല കിട്ടാനല്ല,
പിന്നെ അതേ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് മഹാന്മാരുടെ കൂടെ ക്ഷമിച്ചു നിൽക്കുന്നവർ അക്കൂട്ടത്തിൽ പെടണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ ബിരിയാണി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് ചിലർ. ബിരിയാണി വെച്ചു കൊടുത്താ പോവും, അവിടെ പോയിട്ട് ഇങ്ങനെ കേട്ടു കൊടുക്കും. അങ്ങനെയല്ല, മറിച്ച് ബിരിയാണിക്ക് വേണ്ടിയല്ല, ബിരിയാണി കിട്ടിയാൽ തിന്നാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം കരുതി മഹാന്മാരുടെ കൂടെ പോയി ഇരിക്കുക. യുരീദൂന വജ്ഹ. ആ യുരീദൂന വജ്ഹു എന്ന ഖുർആനിലെ വാചകത്തിൽ നിന്നാണ് സൂഫിയാക്കൾ മുരീദ് എന്ന വാചകം എടുത്തിട്ടുള്ളത്. അതേ സൂഫിയാക്കളായ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേ എന്ന് മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ ബഹുജ നോക്കിയാൽ അത് നമുക്ക് കാണാവുന്നതാണ്. മുരീദ് എന്ന വാചകം വന്നത് എവിടെ നിന്നാണ്? അത് യുരീദൂന വജ്ഹു എന്ന വാചകത്തിൽ നിന്നാണ്. ആ അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി മഹാന്മാരെ കൂടെ കൂടുന്നവർ, അവരാ മഹാന്മാരെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്നു. അവർ ഭയപ്പെടേണ്ടതില്ല. കാരണം അവർക്ക് ആ മഹാന്മാരുടെ ഉപദേശം സ്വീകരിച്ച് ജീവിച്ചവർക്ക് ആ മഹാന്മാരുടെ പിന്തുണയുണ്ടാകും, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. ഖുർആൻ പഠിപ്പിച്ച അതാണ് അത്തിയുല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഡയറക്റ്റ് നമുക്ക് ഇൽമ കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് സഹാബത്തിന് ഇൽമ കിട്ടിയതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇൽമ കിട്ടൂല. അപ്പോൾ പിന്നെ വൗലിൽ അംരി മിൻകും, ആ ഇൽമ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. പണ്ഡിതന്മാരെ 100% പിന്തുടർന്ന് മുഅ്മിനീങ്ങൾ ജീവിക്കണം. പണ്ഡിതന്മാർക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ജനങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി ആലിമീങ്ങളിൽ നിന്ന് അകറ്റണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ ഒരിക്കലും തന്നെ ദീനിന്റെ വക്താക്കളല്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുമായി അടുക്കണം എന്ന ചിന്തയാണ് നമ്മുടെ ഖൽബിലുണ്ടാകേണ്ടത്. അതില്ലാതെ അതാ ജനങ്ങളുമായി അടുത്ത് ജനങ്ങളെന്നെ അംഗീകരിക്കണം, ജനങ്ങളെന്നെ ബഹുമാനിക്കണം, ജനങ്ങളെന്നെ കൈപിടിച്ച് ചുംബിക്കണം, ജനങ്ങളെന്നെ ആദരിക്കണം. ഈ ചിന്ത ഒരിക്കലും ഒരു ശരിയായ മുത്തഖിയായ മനുഷ്യന്റെ ഖൽബിൽ വരാൻ പാടില്ല. അതല്ലേ അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി തഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിൽ അലാം. അല്ലാഹുവിലേക്ക് അടുക്കുക എന്നതല്ലാതെ ഒരു കാര്യം കൊണ്ടും നമ്മളെ ചിന്തയിൽ വേറെ ഒരു ചിന്ത വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബിബിലിൽ മുസ്തില ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്സലൂ മതലഇമിൻ. ഒരിക്കലും ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടൂല. ആളുകളൊക്കെ കൂടി പുകഴ്ത്തി ഇങ്ങനെ പറയുമ്പോ ഞാനൊരു വലിയ ആളാണ് എന്ന ചിന്ത വരൂല. എല്ലാവരും കൂടി കുറ്റം പറയുമ്പോ മനസ്സിനൊരു ചെറിയ വിഷമം പോലും തോന്നൂല. മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കും. അതാണ് ഓ സുഹൃത്തുക്കളെ, വൽയൻവി ഈസാറാ ശുഹൂദിൽ ഹഖ് فيها على شهوده للخلق لا ليكف شرهم عنه ولا شرا له عنهم ليقضي الولا وليعتزل بالقلب ثم القلب مستغلا فيها بحب غالب مستأنسا بالله من سواه مستوحشا أيامه هواه
فإن من علامة الإفلاس كون الفتى يغلف قرب الناس بقدر قربنا من الآنام يكون بعدنا عن المرام. ജനങ്ങൾക്കിടയിൽ സ്ഥാനം വേണം എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ കഴിയില്ല, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയില്ല, അല്ലാഹുവുമായി അടുക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ജനങ്ങളുമായി അടുക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നിലേക്ക് അടുക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, എന്നെ ആളുകൾ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടണം എന്ന ചിന്തയിൽ നമ്മുടെ പ്രവർത്തനം നടത്തണം. അപ്പോഴാണ് ആലിമിന്റെ ഇൽമ് ഉപകാരപ്രദമാകുന്നത്. ഉദ്ദേശം എന്തായിരിക്കണം? അതേ മുറാഖിബൻ മാഇയതൽ ഹബീബി വഅന്നഹു الناظر للغيب وشاهد عليه وهو الشاهد ومن يرم شهوده يجاهد. അതേ അല്ലാഹു തആലയുടെ എല്ലാ രഹസ്യവും പരസ്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ റബ്ബിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. അതിന് ആവശ്യമായ ഇൽമ് ഞാൻ നേടണം. وإن من آدابها تحصيل ما يلزم من علم إذ الجهل عما. അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഇൽമ് നേടണം. ജഹ്ല് എന്ന് പറഞ്ഞാൽ അന്ധതയാണ്. ആ വിവരക്കേടിൽ നിന്ന് മാറി മനുഷ്യൻ ഇൽമ് നേടണം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളായ മുതഅല്ലിമീങ്ങളോട്, ബിരുദം വാങ്ങിയവരോടും വാങ്ങുന്നവരോടും, ഏറ്റവും ഉപരി പാവപ്പെട്ട എന്നോട് ഞാൻ പറയട്ടെ, ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഇൽമ് കിട്ടി തികഞ്ഞുപോയി, സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോയി എന്നൊരു ധാരണ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ ഇൽമുള്ള ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും ഇൽമ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വരുമ്പോൾ ഇൽമ് പഠിച്ച് തികയലില്ല. നമ്മൾ ഇൽമു പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അത് വലിയ പുണ്യകർമ്മമാണ്, മനുഷ്യനെ സന്മാർഗത്തിൽ പിടിച്ചു നിർത്തുന്ന വിഷയമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, കുറെ ആളുകൾ പിഴച്ചുപോയി. എങ്ങനെ പിഴച്ചു? അവർക്ക് ഇൽമില്ല, പക്ഷെ ഇൽമില്ല എന്ന ഇൽമും ഇല്ല. അവരെ ധാരണ ഞങ്ങൾ ഷാഫി ഇമാമിനെ പോലെ വിവരമുള്ള ആളാണ്, മാലിക് ഇമാമിനെ പോലെ വിവരമുള്ള ആളാണ്, അബൂ ഹനീഫ തങ്ങളെ പോലെ വിവരമുള്ള ആളാണ്, അതേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അവരെ പോലെ വിവരമുള്ള ആളാണ് എന്ന ഒരു അഹങ്കാരം അവരെ മനസ്സിൽ വന്നു. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഷാഫി ഇമാമിന് ഖുർആനിൽ നിന്ന് നിയമം കണ്ടെത്താൻ പറ്റുമെങ്കിൽ എന്റെ മൗലവിക്കും പറ്റൂലേ? ഇവന്റെ മൗലവി എവിടെ കിടക്കും? ആനയും കുയ്യാനയും ഒരുപോലെയാണോ? ഞങ്ങളെ നാട്ടിൽ കുയ്യാന എന്നൊരു സാധനം ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? കുയ്യാന എന്നൊരു സാധനമുണ്ട്, ചെറിയ ഒരു കുഴി. അതിങ്ങനെ ചെറുപ്പകാലത്ത് ഈർക്കിലുണ്ട്, ഇങ്ങനെ തട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം, ചെറിയ ജീവി. ഞങ്ങൾ കുയ്യാനാന്നാ പറയാ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുയ്യാനയും ആനയും ഒരുപോലെയാണോ? ആന വലിയ മരം പിടിക്കുന്നതിനുള്ളത് കുയ്യാനക്ക മരം പിടിക്കാൻ കഴിയും, ഇത് കുയ്യാനയാ. അപ്പൊ ഇത് ആലിമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ആലിമ്? മുജ്തഹിദ് അല്ലാത്ത ആലിമാണോ? മുഖല്ലിദ് ആലിമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇൽമില്ലാതെ ഞാൻ ഷാഫി ഇമാമിനെ പോലത്തെ ആളാണ് എന്ന് ചിലര് ധരിക്കുക. അത് ധരിച്ചിട്ട് എന്ത് ചെയ്യുക? ഷാഫി ഇമാമ് പറഞ്ഞിരിക്കുന്നു ഖുനൂത്ത് ഓതണം, ഖുനൂത്ത് ഓതിയാൽ നരകത്തിലാണ്. ഇവനങ്ങട്ട് വിധി പറയാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മഹാനവറുകൾ കുടുങ്ങിപ്പോയി. എന്തേ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു? കലഹം നടന്നിട്ട്, കുഴപ്പം നടന്നിട്ട് പള്ളിയിൽ ബാങ്കില്ല, നിസ്കരിക്കണ്ടേ? ഇന്നത്തതുപോലെ വാച്ചുണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ 5 സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് 5 നേരവും അതാ സമയമാകുമ്പോൾ ബാങ്ക് കേൾക്കുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു
അതേ മദീനയിൽ അൽ ഫുഖഹാഉ സബ്അ എന്ന് പറഞ്ഞിട്ട് 7 പ്രധാന പണ്ഡിതന്മാരുണ്ടായി. അതിൽപ്പെട്ട ഒരാളാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അതാ ഖബർ ശരീഫിൽ നിന്ന് ബാങ്ക് കേട്ട് നിസ്കരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. മരണശേഷം പിന്നെ മഹാന്മാർക്ക് ഒന്നും കഴിയൂല, ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന കക്ഷികൾ ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയ സംഭവമാണ് കേട്ടോ. ആ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അതേ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിന് തഫ്സീർ പറയുന്നു. സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായി നിസ്കരിക്കുവീൻ. ഈ ആയത്തിന് മഹാനവറുകൾ പറഞ്ഞ തഫ്സീറാണ്. ഓ സുഹൃത്തുക്കളെ, ആ ഖുനൂത്ത് ഓതാൻ ശാഫിഈ ഇമാം പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് 4-ാം അധ്യായം 5-ാം സൂക്തം എന്ന് പറയുന്ന ഒരു മൗലവി റസൂലുള്ളാഹിനെ പിന്തുടർന്നിട്ട് തലമറിച്ചുകൊണ്ട് മിമ്പർമ കയറൂല. പിന്നെ അമേരിക്കക്കാരനെ പിന്തുടർന്നിട്ടാണ് ജീവിതം, തലമറക്കൂല. അങ്ങനത്തെ ഒരു മൗലവി ഖുർആൻ ഇങ്ങനെ പറയും, ഖുർആൻ അങ്ങനെ, ഖുർആൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞു. ഖുർആൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് 2 സമസ്തക്കാരും കാഫിറാണ്. എന്താണ് പഠിച്ചവരെ പേടിയില്ലെങ്കിൽ എന്തും പറഞ്ഞൂടെ? അങ്ങനെയുള്ള ആ മൗലവി പറയാണ്, ഓ മക്കളെ, കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഖുനൂത്ത് ഓതൽ. കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഖുനൂത്ത് ഓതൽ. ഇങ്ങനെയുള്ള ജാഹിലീങ്ങൾ അവര്, ഞാൻ പറഞ്ഞു വരുന്നത് അവരെ വാദം എന്താണ്? ശാഫിഈ ഇമാം ഖുർആൻ നോക്കി പറഞ്ഞില്ലേ, ഞങ്ങൾക്കും ഖുർആൻ നോക്കി പറഞ്ഞൂടെ? സുബ്ഹാനല്ലാഹ്, ഈ കുയ്യാനൊക്കെ മരം പിടിക്കാൻ കഴിയോ? ഈ കുയ്യാനൊക്കെ മരം പിടിക്കാൻ കഴിയോ? ഓ സുഹൃത്തുക്കളെ, അതൊന്നും പണ്ഡിതന്മാരല്ല, നമ്മളും പണ്ഡിതന്മാരല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തത്തിലൊന്നും പറയാത്തത്. വിവരമുള്ള ശാഫിഈ ഇമാം തങ്ങൾ എന്ത് പറഞ്ഞു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, അവരുടെ പിൽക്കാലത്ത് അവരെ പിന്തുടർന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞത് എടുത്തു കൊടുക്കുകയല്ലാതെ നമ്മൾ സ്വന്തം ഡോക്ടറാവൂല. ഡോക്ടർമാര് എഴുതിയ സീറ്റനുസരിച്ച് മരുന്നെടുത്തു കൊടുക്കും, അത്രയേ നമ്മളുള്ളൂ. കാരണം നമ്മൾ സ്വന്തം ഡോക്ടറാണെന്ന വാദമില്ല. ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പരമാവധി വിവരം നേടണം. വിവരമുണ്ടായാൽ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായി അടുക്കാനുള്ള അധ്വാനമാണ്. ആ അധ്വാനത്തിൽ ഒന്നാണ് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, സലാത്ത് വർദ്ധിപ്പിക്കുക, ആലിമീങ്ങളെ കൂടെ ചേർന്ന് ദീനിന്റെ പ്രവർത്തനത്തിൽ കഴിയുന്നതെല്ലാം പ്രവർത്തിക്കുക. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അതേ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുക. ശരീരം കൊണ്ട് കഴിയുന്ന സേവനം ചെയ്യുക. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടല്ലോ, SSF ഉണ്ടല്ലോ, SYS ഉണ്ടല്ലോ, മുസ്ലിം ജമാഅത്ത് ഉണ്ടല്ലോ, അതിനെല്ലാം ഞാനും അതിലൊരു മെമ്പറാണെന്ന നിലയ്ക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതേ സമയത്ത് ഞാൻ പറയട്ടെ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നേതാവാകണമെന്ന് ചിന്തിക്കല്ലേ. എനിക്ക് SSFന്റെ പ്രസിഡന്റ് ആകണം, SYSന്റെ സെക്രട്ടറി ആകണം, അതെ എനിക്ക് അതിന്റെ ഫിനാൻസ് സെക്രട്ടറി ആകണം, എനിക്ക് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. ഇങ്ങനത്തെ ചിന്ത വേണ്ട. റഹ്മാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞില്ലേ, കുൻ ദനബൻ, മോനെ നീ ഒരു വാലായിക്കോ, വലാതകുൻ റൈസൻ, നീ തലയാകാൻ നോക്കണ്ട, വാലായിക്കോ. ലിഅന്ന അവ്വല ദർബത്തിൻ യഖഉ അല റൈസി, ആദ്യത്തെ വെട്ട് തലക്കാണ് കേട്ടോ. ഒരാള് വെട്ടാൻ വന്നാൽ വാലിനല്ലല്ലോ വെട്ടുക, വെട്ടാദ്യം തന്നെ കിട്ടുക തലക്കാണ്. അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട, വാലാകാൻ നോക്കിക്കോ.
പലപ്പോഴും ഇബിലീസിന്റെ വെട്ടുണ്ടല്ലോ, നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്ന വെട്ട്, ആ വെട്ട് നേതൃത്വത്തിനാണ് പലപ്പോഴും സംഭവിക്കുക, അനുയായികൾക്കല്ല. കാരണം അനുയായികൾ എപ്പോഴും വിനയത്തോടെ നിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ വരുന്നത് അവർ നിന്നിൽ ബഹുമാനം കാണുന്നു. നീ ചിലപ്പം വിചാരിക്കുന്നു അദ്ദേഹത്തെ കാണും ചോറ് ഞാനാണെന്ന്. നിനക്ക് ഇബിലീസിന്റെ വെട്ട് കിട്ടിപ്പോയി, നീ പരാജയപ്പെട്ടു പോയി. ഒരു പക്ഷേ നിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നവൻ പടച്ചവന്റെ അടുക്കൽ നിന്നെക്കാൾ എത്രയോ ഉയർന്നവനാകാം. നീ മനസ്സിലാക്കുന്നത് പോലെയല്ല. നിന്നോട് ഒരാൾ ദുആ ചെയ്യണ ഉസ്താദേ എന്ന് പറയും. അപ്പൊ നിനക്ക് തോന്നും ഞാനൊരു ദ്വാരക്കേണ്ട ആള്, അയാൾ ദ്വാരക്കാൻ പറയേണ്ട ആള്, ഇങ്ങനെ വന്നു പോകണ്ട. സുബ്ഹാനല്ലാഹ്. മറിച്ച് ആ ദുആ ചെയ്യാൻ പറഞ്ഞ ആള് ചിലപ്പോൾ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരിക്കും. നീയോ അദ്ദേഹത്തിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടേണ്ടവനായിരിക്കും. മഹാനായ പുല്ലൂക്കര ഉസ്താദ് ഞങ്ങൾ ഓതിപ്പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപദേശിച്ച ഉപദേശം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരാൾ കൈപിടിച്ച് ചുംബിക്കാൻ വരുമ്പോൾ നിങ്ങൾ കൈവലിക്കണ്ട. ഉസ്താദ് പറയാണ് നിങ്ങൾ കൈവലിക്കണ്ട. അതേ സമയത്ത് അപ്പോൾ എന്റെ കൈക്ക് വലിയ ബഹുമാനമുണ്ട് എന്ന് ചിന്തിക്കുകയും വേണ്ട, ബറക്കത്തുണ്ട് എന്ന് ആലോചിക്കണ്ട. ബറക്കത്തുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിക്കോട്ടെ, നമ്മളത് വലിക്കാനും പോകണ്ട. അതേ സമയം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മൂക്ക് എന്റെ കയ്യിലിന്റെ മേലെ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കണം. എന്റെ കയ്യിന്റെ ബറക്കത്ത് കൊണ്ട് അയാളെ മൂക്ക് രക്ഷപ്പെടണമെന്നല്ല ചിന്തിക്കേണ്ടത്. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ നമുക്ക് കേൾക്കുന്ന ഉപദേശമാണ്, വസിയ്യത്താണ്. ഓ സുഹൃത്തുക്കളെ, പിന്നെയോ അതേ സമയത്ത് ചില ആളുകൾ ഒരു പെണ്ണ് വന്നിട്ട് കൈ തന്നാൽ നമ്മൾ കൈവലിക്കേണ്ടി വരും. കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ വന്ന് കൈ തരുമ്പോ കൈ കൊടുക്കൽ ഹറാമാണല്ലോ. അത് നമ്മൾ കൈവലിക്കേണ്ടി വരും, കൊടുക്കാതിരിക്കേണ്ടി വരും. അപ്പോൾ തലേക്കെട്ടിന്റെ മേലെ കൈവച്ചുകൊണ്ട് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ കുഴപ്പമില്ല. അതേ കാരണം മറയില്ലാത്ത വിധത്തിൽ താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികളെ കൈപിടിക്കലെന്നല്ല, ശരീരത്തിൽ ഏത് സ്ഥലം തൊടലും ഹറാമാണെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇൽമു പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനാകണം. ഇൽമു ഉള്ളതുപോലെ ജനങ്ങളെ പഠിപ്പിക്കാനാകണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഇൽമു മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് ഇൽമു പഠിക്കണം. വഇന്ന മിൻ ആദാബിഹാ തഹ്സീലു മാ യൽസമു മിൻ ഇൽമിൻ ഇദിൽ ജഹ്ലു അമാ. ഇപ്പൊ ചില ആളുകളുണ്ട്, അവര് അതാ ശൈഖന്മാരാണ് എന്നാ പറയുന്നത്. അവര് ശൈഖന്മാരല്ല, അവരെ കൂടെ നടക്കുന്നവര് ഈ ശൈഖിന്റെ കൂടെ കൂടിയിട്ട് നമുക്കങ്ങ് രക്ഷപ്പെടാന്നാ പറയുന്നത്. അത് അങ്ങനെ രക്ഷപ്പെടുന്ന കക്ഷിയും അല്ല കേട്ടോ. അതെങ്ങനെ മനസ്സിലാകും? അത് മനസ്സിലാകൽ അവരുടെ സ്വഭാവവും ശൈലിയും സംസാരവും പ്രവർത്തനവും ഒക്കെ കാണുമ്പോൾ അതേ പൊന്നിന്റെ പണിക്കാരന് പൊന്നാണോ മുക്കാണോ എന്ന് ഉരಸಿ നോക്കിയാൽ അറിയാമല്ലോ. മരത്തിന്റെ പണിയെടുക്കുന്ന ആശാരിക്ക് ഈ മരത്തേക്കാണോ അല്ല മുരിക്കാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതുപോലെ ആലിമീങ്ങൾക്ക് അതാ മനസ്സിലാക്കാൻ കഴിയും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, വാക്കുകൾ എന്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും അതാ ഞാനൊരു വലിയവനെന്ന ചിന്ത ഉണ്ടാകരുത്. ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ മഹാനായ താജുൽ ഉലമ ഈ അടുത്ത കാലത്ത് ജീവിച്ച് വിട്ടുപിരിഞ്ഞു പോയ വലിയ സയ്യിദാണ്, ആലിമാണ്, ആബിദാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ നൂറുൽ ഉലമ വലിയ ആബിദായ ആലിമാണ്. ഒരുപാട് തരീഖത്തിന്റെ മശായിഖന്മാരുടെ ദിക്റുകൾ കിട്ടിയ ആളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അങ്ങനെയാണ്. അതേപോലെ നമ്മൾ കണ്ട കോക്കെ ഉസ്താദ് വലിയ ആലിമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ആലിമീങ്ങളെ പലരുടെയും പേര് പറഞ്ഞില്ലേ. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. സദഖത്തുള്ള മുസ്ലിയാരുടെ ശിഷ്യനാണ് ഓക്കെ ഉസ്താദ്. അതേ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ് മഹാനായ സുൽത്താനുൽ ഉലമ. സുൽത്താനുൽ ഉലമയുടെ ഒരു ചെറിയ ശിഷ്യനാണ് ഈ പാവപ്പെട്ട ഞങ്ങൾ സഖാഫികൾ. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ആലിമീങ്ങളുടെ പരമ്പരയാണ്. അവരെല്ലാം ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും.
ശ്രമിച്ചു. മഹാനായ ഖുതുബി തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ പോയി അധ്യക്ഷം വഹിക്കുകയാണ്. അവിടെ നിന്ന് പാസാക്കുകയാണ്, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ അത് ബിദ്അത്താണ്, അത് ഖുതുബ ബാത്തിലായി പോകുന്ന ഏർപ്പാടാണല്ലോ. അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയില്ലാതെ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിനാൽ ആ ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ പോയി അവിടെ പ്രമേയം പാസാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം വടകര നടക്കുകയാണ്. അവിടെ വെച്ച് മഹാനായ നൂറുൽ ഉലമയുടെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ചിന്തിക്കുകയും മുശാവറ ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതേ, കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ ആരംഭിക്കണം, സിലബസ് വേണം, ടൈം ടേബിൾ വേണം. അതിനു മുമ്പ് അതില്ല. അതില്ലാതിരുന്നാൽ എന്താ, ചിലരുണ്ട് ഇപ്പൊ കുറച്ച് വിദ്യാർത്ഥികാരുണ്ട് ഉണ്ടായത് പറയുന്നത്. അവരെ വാദം എന്താ അറിയോ, സംഘടന എന്തിനാ, സ്വർഗത്തിൽ കിടക്കാൻ സംഘടന വേണോ? നമ്മളെ ഈ ശൈഖ് പോരെ. ഏത് ശൈഖ്? ഏത് ശൈഖ്? ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു നടക്കുന്ന ശൈഖോ? അവന്റെ പേര് ശൈഖ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ കുയ്യാന. ഈ കക്ഷികൾ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് മദ്രസകൾ, അവിടെ ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങൾ, ചെറിയ മക്കൾക്ക് ഇൽമു കൃത്യമായി മദ്രസ പഠിപ്പിക്കുന്നു. ഇതില്ലാത്ത ഒരു നാട് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ. പേരെന്താണ്? റഹ്മത്തുള്ള, സദഖത്തുള്ള, അതെ ഹബീബുർ റഹ്മാൻ. നിനക്ക് പേര് മോനെ നിസ്കരിക്കാൻ അറിയോ? നിസ്കരിക്കാൻ അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ. ഒന്നും അറിയോ? ഒന്നും അറിയില്ല. അതെ, അറിയില്ല. എന്താ ഇങ്ങനെ ആയിപ്പോയത്? സംഘടന ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായില്ല. അവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ നേരത്തെ നമ്മുടെ ഉലമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ ഉള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അവർക്ക് ഈമാനൊക്കെ ഉണ്ട്. പക്ഷേ നിസ്കാരമില്ല, വുദുഇല്ല, കുളിക്കാൻ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല. എന്താ സംഭവിച്ചത്? ഇവിടെ പ്രവർത്തിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഇല്ലാതെയായതിനാൽ അവരെല്ലാവരും ഐത്താമുകളായി പോയി. അവരെല്ലാവരും അനാഥകളായി പോയി. അവർക്ക് ഇൽമു കിട്ടിയില്ല. സുഹൃത്തുക്കളെ, അതേപോലെ ഒരവസ്ഥ ഈ നമ്മുടെ കേരളത്തിലും ദക്ഷിണ കന്നഡയിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ദീനിന്റെ ശത്രുക്കൾ. ആ ശത്രുക്കളാണ് സംഘടന വേണോ സ്വർഗത്ത് കടക്കാൻ. നമ്മളെ ചേക്കിന്റെ കൂടെ ഇങ്ങനെ നടന്നാ പോലും എന്ത് ചേക്ക്? അള്ളാഹുന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കക്ഷികൾ. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഇത് നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? സംഘടന ഇല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും ദീനീ ചലനങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടാകുമായിരുന്നോ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയ സ്ഥാപനം, കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു ബർക്കത പഠിച്ച സ്ഥാപനം, കണ്യത്ത് ഉസ്താദിൽ നിന്ന് മഹാനായ താജുൽ ഉലമ ഓതി പഠിച്ച സ്ഥാപനം, അതാണ് വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം. അതിപ്പോൾ ആരുടെ കയ്യിലാണ്? അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ കയ്യിലാണ്. എങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്? അന്ന് നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായില്ല. എസ്എസ്എഫും എസ്വൈഎസും മുസ്ലിം ജമാഅത്തും ഒന്നും ഇല്ലാത്ത കാലത്ത് അതൊക്കെ ദീനിന്റെ ശത്രുക്കൾ കൈയടക്കി. മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ശാദിലി തരീഖത്തിലെ ദിക്ർ ചൊല്ലുന്ന ശാദിലി റാത്തീബ് ചൊല്ലുന്നവരുണ്ട്. അതേ, അത് വലിയ മഹത്വമുള്ള റാത്തീബാണ്. നമ്മളൊക്കെ അതിന്റെ തെളിവൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചതാണ് ശാദിലി റാത്തീബ്. ഓ സുഹൃത്തുക്കളെ, എന്ന് പറയുന്ന ഒരു ദിക്റുണ്ട്. അതിൽ ആ ദിക്റിന് എന്താ തെളിവ് എന്ന് ചിലപ്പോ ഈ ഓതുന്നവനോട് ചോദിച്ചാൽ തെളിവ് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അതേ സമയത്ത് അതിനൊക്കെ തെളിവ് പറഞ്ഞ് കിതാബ് എഴുതിയ ധാരാളം മഹാന്മാരുണ്ട്. അവ്വാഹുൻ ഹലീം
അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറയുന്നവരാണെന്ന് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ആ ശാദുലി ശൈഖിന്റെ പേരിൽ കോഴിക്കോടങ്ങാടിയിൽ പള്ളി നിർമ്മിച്ച് ശാദുലി റാത്തീബ് ചൊല്ലിയ പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലാണ്. സുന്നികൾക്ക് അവിടെ റാത്തീബ് ചൊല്ലാൻ പറ്റുമോ? അതേ ശാദുലി ഇമാമിന്റെ ബഹുമാനം പറയാൻ പറ്റുമോ? ഇല്ല. ആ പള്ളിയിലുള്ള സുന്നികളെ തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചില്ലേ ഒരു കാലത്ത് ഇവിടെ മുജാഹിദിന്റെ സ്വാധീനം കൊണ്ട്? അതിനെ നേരിട്ടത് എങ്ങനെയാ? ആ പള്ളിയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പുറത്ത് അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ കോഴിക്കോട് ഒരു പള്ളി നിർമ്മിച്ചു. അതും മുജാഹിദിന്റെ കയ്യിലേക്ക് പോയി. ടിപ്പു സുൽത്താൻ രാജാവ് എ ക്ലാസ് സുന്നിയായിരുന്നു. അദ്ദേഹത്തിന്റെ പട്ടാളത്തിന് നിസ്കരിക്കാൻ വേണ്ടി കോഴിക്കോട് മുതലക്കുളം മൈതാനിന്റെ മുമ്പിൽ പട്ടാള പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കി. ഇത് മൂന്നും ഇന്ന് മുജാഹിദിന്റെ കയ്യിലാണ്. കോഴിക്കോടുള്ള ധാരാളം പള്ളികൾ മുജാഹിദിന്റെ കയ്യിലാണ്, സലഫിന്റെ കയ്യിലാണ്. എങ്ങനെ പോയതിന്റെ കാരണം കുറ്റ്യാടിയിൽ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, 11 മഹല്ലിൽ സുന്നികൾക്ക് നിസ്കരിക്കാൻ ഒരൊറ്റ പള്ളിയില്ലാത്തൊരു കാലമുണ്ടായി, ഒരൊറ്റ മദ്രസയില്ലാത്ത കാലമുണ്ടായി. അതേപോലെ തന്നെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാന്റെ ജാറമുണ്ടായിരുന്നു. അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് വിഗ്രഹധ്വംസനം നടത്തി അവർ ലേഖനം എഴുതി. ഇതൊക്കെ നടന്നത് എപ്പോഴാ? SSF ശക്തിപ്പെടാത്ത കാലത്താ, SYS ഇല്ലാത്ത കാലത്താ, അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്ത് ഇല്ലാത്ത കാലത്താണ്. ഓ സുഹൃത്തുക്കളെ, അതേ സമയത്ത് ഇന്ന് നമ്മുടെ പള്ളി അങ്ങനെ നഷ്ടപ്പെടൂല. സുബ്ഹാനല്ലാഹ്. അങ്ങകലെ ഒരു സ്ഥലത്ത് ഒരു പള്ളി പിടിക്കാൻ മുജാഹിദുകൾ ശ്രമിച്ചു. ഞാൻ SSFകാരനായ കാലം ഞങ്ങൾ സമരം ചെയ്തു. പാലപ്പറ്റ പള്ളി കൊടുത്തില്ല. നമ്മൾ അത് കൊടുത്തില്ല. നമുക്ക് ശക്തിയുണ്ടായാൽ, സംഘടനാ ശക്തി ഉണ്ടായാൽ അങ്ങനെ. ഈ സംഘടന നശിച്ചിട്ട് ദീന് നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന കുറെ കക്ഷികളുടെ ഇപ്പോ അവരെ സംഘടന വേണോ എന്ന് ചോദിക്കും. അതിൽ പെട്ടുപോകരുത്. നമ്മുടെ യുവ പണ്ഡിതന്മാരും അല്ലാത്തവരൊക്കെ നമ്മുടെ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി പോകണം. നമ്മൾ സ്വന്തത്തിൽ അമലുള്ളവരും ആകണം. ഒരു സാധാരണക്കാരൻ 1000 റകഅത്ത് നിസ്കരിക്കുന്ന ആൾ ബഹുമാനാണ്. ഒരു ആലിമിന്റെ ഒറ്റ റകഅത്ത് നിസ്കാരം ശൈത്താനിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൽമ് വേണം. ആ ഇൽമനുസരിച്ച് ജീവിക്കണം. ഇൽമുള്ളവരെ പിന്തുടരണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അങ്ങനെ ആലിമീങ്ങളെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇൽമ് ധാരാളം കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ കൂടുതൽ പരിശ്രമിക്കണം. അങ്ങനെ ഇൽമ് നാഫിആയ ഇൽമ് കിട്ടാൻ വേണ്ടി, ഈ സാധുവായ എനിക്കും കിട്ടാൻ വേണ്ടി, നമ്മുടെ ശിഷ്യന്മാർക്ക് കിട്ടാൻ വേണ്ടി, നമ്മുടെ പ്രവർത്തകർക്ക് കിട്ടാൻ വേണ്ടി, നമ്മുടെ സന്താന പരമ്പരകൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകരിക്കാത്ത ഇൽമിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തസ്ബഅ, എത്ര കിട്ടിയാലും മതിയാകാത്ത ശരീരത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് നമുക്കറിയാം. നമുക്ക് പഠിച്ച ഇൽമു ഉപകാരപ്രദമാകണം. അതിന് നമ്മൾ ഇബാദത്തുകൾ, തഖ്വയുള്ള ജീവിതം നയിക്കണം. അതോടുകൂടെ തന്നെ പഠിച്ച ഇൽമു പ്രചരിപ്പിക്കണം. കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നീ സമയത്തുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തെ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിക്ക് വലിയ ഒരു സർജറി നടക്കുകയാണ് നാളെ. ആ കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന ഉസ്താദ് അവറുകളുടെ മഹത്വം കൊണ്ട്, ഈ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെയുള്ള ധാരാളം സാലിഹീങ്ങൾ ഉണ്ടാകും. അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തണം. അല്ലാഹ്
അൽഹംദുലില്ലാഹ് നമ്മുടെ സിംഗാരി ഹാജി 1,00,000 ഉറുപ്പിക നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും എല്ലാം ഞങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാൻ. ഏത് വിഷമങ്ങളുണ്ടെങ്കിലും മനക്കരുത്തോടെ നിന്ന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കും അവർക്കും നീ നൽകണം റഹ്മാനെ. ഇതേപോലെ നിങ്ങളോടൊക്കെ ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ വരുമ്പോ സിറാജുൽ ഹുദയിൽ ഉസ്താദുമാർക്ക് ഒരു വോയിസ് ഇട്ടു. നാളെ രാവിലെ സുബഹിക്ക് നിങ്ങളൊക്കെ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി കുട്ടികളെയും കൂട്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിന്? നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആയി കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും. നിങ്ങളൊക്കെ ആമീൻ പറയാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാ ഗവർണർമാരെയും ഗവൺമെന്റിനെയും ജഡ്ജിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് നീയാണ്. റബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പെർമിറ്റുകളും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ. ഏത് പ്രശ്നം ഞങ്ങളെ മനസ്സിലുണ്ടോ അത് നീ തന്നെ പരിഹരിച്ചു തരണം റഹ്മാൻ. നിനക്കെല്ലാം അറിയാം, നീയാണ് എല്ലാവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നവൻ. റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വഴികളൊക്കെ നീ തുറന്നു തരണം റഹ്മാനെ. اللهم هيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥാപനങ്ങളൊന്നും നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്കതിന് ശേഷിയില്ല. നീ അതിന് കഴിവുള്ളവനാണ്. ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് വലിയ നേർച്ചകൾ തന്നവരുണ്ട്. നേർച്ച ചെയ്തവർക്ക് നീ അതിന് നല്ല ഫലം കൊടുക്കണം റഹ്മാനെ. റസീവർമാരുടെ കയ്യിൽ വലിയ തുകകൾ കൊടുത്തേക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. എന്റെ ഫോണിലുണ്ട്